നഗരസഭയിൽ പിന്തുണ പിൻവലിച്ചിരിക്കുന്നു കോൺഗ്രസ് കൗൺസിലർമാർ. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. പിന്തുണ പിൻവലിക്കാനുള്ള തീരുമാനം കോൺഗ്രസ് കൗൺസിലർമാർ നേതൃത്വത്തെ അറിയിക്കും. സ്വതന്ത്ര കൂട്ടായ്മയുമായി ഒത്തുപോകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കൗൺസിലർമാർ. അഖിലാണ് ചെയ്തത്. അഖിൽ, ഇന്നത്തെ ബഹളം നമ്മൾ കണ്ടതാണ്. അങ്ങനെ കുറെ ദിവസങ്ങളായി പുകഞ്ഞു നിൽക്കുന്നത് പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുന്നു അല്ലേ അഖിൽ? അഖിലേക്ക് നമുക്ക് പോകണം. ഇന്നിപ്പോൾ പാലാ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വലിയ ബഹളം ഉണ്ടായിരുന്നു. ഏതായാലും പിന്തുണ പിൻവലിച്ചിരിക്കുന്നു എന്നതാണ്. ബിനു പുളിക്കക്കണ്ടത്തിന്റെ ഉൾപ്പെടെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര മുന്നണിയുമായി സ്വതന്ത്ര കൂട്ടായ്മയുമായി ഒത്തുപോകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കൗൺസിലർമാർ ഉള്ളത്. പാലാ നഗരസഭയിൽ തർക്കം രൂക്ഷമായതിന് പിന്നാലെയാണ് ഇപ്പോൾ പിന്തുണ പിൻവലിക്കാനുള്ള തീരുമാനം. ഏതായാലും ദിയ പുളിക്കക്കണ്ടത്തിന്റെ നിലപാടുകൾ ഉൾപ്പെടെ തങ്ങളെ അപമാനിക്കുന്നതാണ് എന്ന് നേരത്തെ തന്നെ ഇവർ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ വലിയ ബഹളമാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്തുണ പിൻവലിക്കുന്നതായി കോൺഗ്രസ് കൗൺസിലർമാർ അറിയിക്കുമ്പോൾ നഗരസഭ ഭരണം തന്നെ വീഴുന്ന ഒരു നിലയ്ക്കാണ് അല്ലേ അഖിൽ? തീർച്ചയായും ഈ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഭരണം തീർച്ചയായും വരും. ഇപ്പോൾ എന്തായാലും പാർലമെന്ററി പാർട്ടി യോഗം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രശ്നത്തിന് പിന്നാലെ തന്നെ ഉണ്ടായി. അതിലാണ് ഇപ്പോൾ എന്തായാലും ഈ പിന്തുണ പിൻവലിക്കാനുള്ള ഒരു തീരുമാനം കോൺഗ്രസ് കൗൺസിലർമാർ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ അന്തിമമായ ഒരു തീരുമാനം അത് നേതൃത്വമാണ്, കോൺഗ്രസ് നേതൃത്വമാണ് എടുക്കേണ്ടത്. പക്ഷേ നേതൃത്വത്തോട് തങ്ങൾ ഈ കാര്യം അറിയിക്കും. ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഉറച്ചു നിലപാട്. അതായത് കഴിഞ്ഞ തവണ ഇത്തരത്തിലൊരു കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയ പോലും പിന്തുണ പിൻവലിക്കുന്നു എന്നവർ ഒരു യോഗത്തിലും തീരുമാനമെടുത്തിരുന്നില്ല. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പമാണ്. അവർ തീരുമാനം എടുത്തിരിക്കുന്നു. ആ തീരുമാനം നേതൃത്വത്തെ അറിയിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. ഈ മറ്റു കാര്യങ്ങളിലൊന്നും തന്നെ ഈ സ്വതന്ത്ര കൂട്ടായ്മയെ സഹായിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് പോകുന്നു. പ്രതിപക്ഷം തിരുന്നാലും തോന്നുന്നില്ല. പക്ഷേ സ്വതന്ത്ര കൂട്ടായ്മയുമായി ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അപൂർവമായ ഒരു ചതി ഇവരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു. അത്തരത്തിലുള്ള നീക്കം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതെന്നാണ് കോൺഗ്രസ് കൗൺസിലർമാർ എന്തായാലും പറയുന്നത്. പക്ഷേ ഇതിൽ അന്തിമമായ ഒരു തീരുമാനം നേതൃത്വത്തിന്റേതാണ്. നേതൃത്വം സമവായ ചർച്ചകൾക്ക് എന്തായാലും മുന്നോട്ട് വരും എന്നുള്ളത് തന്നെയാണ്. അത്ര പെട്ടെന്നൊന്നും പാലാ നഗരസഭ ഭരണം വിടാൻ എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിനായാലും ഇതിൽ ചേർന്നാലും താല്പര്യം കാണില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ യോഗവുമായി ബന്ധപ്പെട്ട ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് ഈ കൊട്ടാരക്കര സ്റ്റാൻഡ് അനുമതിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് എന്തായാലും ഇത്ര രൂക്ഷമായ അഭിപ്രായങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ ആദ്യഘട്ടം മുതൽ തന്നെ കൃത്യമായ നിലപാട് സ്വീകരിക്കണമായിരുന്നു. ഇത് ഈ രീതിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചതിൽ ചെയർപേഴ്സൺ അടക്കമുള്ളവർ ഒരു നേരത്തെ തന്നെ ഒരു അന്തർധാര ഉണ്ടാക്കി വെച്ചിരുന്നു. ഈ അന്തർധാരയുടെ ഭാഗമായിട്ടായിരുന്നു ഇപ്പോൾ ബിജു പുളിക്കണ്ടും പങ്കെടുക്കാതെ പുറം കഴിയാത്ത രീതിയിൽ അവർക്ക് ഒരു ഐക്യമുണ്ടാകും. ഇപ്പോൾ എന്തായാലും ആ ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ കൊട്ടാരക്കര സ്റ്റാൻഡ് ഡിവൈഎഫ്ഐയുടെ സമ്മേളനത്തിന് അനുവദിക്കുന്നത് അതായത് കൂടുതൽ പ്രതിപക്ഷത്തിന്റെ ആളുകൾ കൂടുതൽ പങ്കെടുത്തുകൊണ്ട് തന്നെ അത് പാസ്സായി. അപ്പോൾ അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയതാണ് എന്നാണ് കോൺഗ്രസ് കൗൺസിലർമാർ ആവർത്തിച്ച് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പിന്തുണ പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. ശരി, ഗുരുതര പ്രതിസന്ധിയിലേക്ക് എത്തുന്നു പാലാ നഗരസഭയിലെ ഭരണം. തർക്കത്തിനൊടുവിൽ ഇതാ കോൺഗ്രസ് കൗൺസിലർമാർ പിന്തുണ പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അഖിലാണ് വിശദാംശങ്ങൾ നൽകിയത്.